അങ്ങനെ നമ്മൾ പ്രൊമോയിൽ കണ്ട കാര്യം എന്താണെന്നുള്ളതൊരു ഊഹം വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നതായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. സംഭവം അത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ഗെയിം അവസാനിച്ചു. പവർ ടീമിലേക്ക് വരുന്ന ടീമുകളുടെ മത്സരം ഇന്നലെ അവസാനിച്ചപ്പോൾ 3 ടീമിനും 2 പോയിന്റ് വീതം നേടിയിട്ട് സമനിലയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ബിഗ് ബോസ് എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് പവർ ടീമിന് ഒരു അധികാരം കൊടുത്തു. നിങ്ങളോടൊപ്പം മത്സരിക്കേണ്ട ടീം, അതായത് അടുത്ത പവർ ടീമിലേക്ക് ആരെയാണ് വേണ്ടത് എന്നുള്ളത്, നിങ്ങളോടൊപ്പം ആരെയാണ് മത്സരിപ്പിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നുള്ളത്. അങ്ങനെ പവർ ടീം എല്ലാവരും കൂടി ആലോചിച്ചിട്ട് തീരുമാനം എടുത്തത് നെക്സ്റ്റ് ടീമുമായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള കാരണങ്ങളും നമ്മുടെ പവർ ടീം പറയുന്നുണ്ട്. ഗബ്രിയുടെ ടീമിനെ, അതായത് ഡെൻ ടീമിനെ ഒഴിവാക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഈ മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗബ്രിയുടെ വശത്ത് നിന്ന് മോശപ്പെട്ട പെരുമാറ്റമുണ്ടായി. ഇതിന് മുമ്പുള്ള ആഴ്ചയിൽ ഈ മോശപ്പെട്ട പെരുമാറ്റം കാരണം ലാലേട്ടൻ മാറ്റി നിർത്തിയതാണ്, വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്, എന്നിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടതാണ്. എന്നിട്ട് പോലും അതൊന്നും കൂട്ടാക്കാതെ വീണ്ടും മോശം പരാമർശങ്ങൾ ഗബ്രി നടത്തി. അപ്പോൾ അതുകൊണ്ടാണ് ടണൽ ടീമിനെ മൊത്തത്തിൽ മാറ്റി നിർത്തുന്നത്. ഡെൻ ടീമിനെ മൊത്തത്തിൽ മാറ്റി നിർത്തുന്നത്. ഇനി ടണൽ ടീമിനെ മാറ്റി നിർത്താനുള്ള കാരണം, ടണൽ ടീമിലെ ഭൂരിപക്ഷം അംഗങ്ങളും ഇത്തവണ നോമിനേഷനിലുണ്ട്. അതിൽ നിന്ന് 1-2 വ്യക്തികൾ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പവർ ടീമിലെ അംഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം കൂടെ നടത്തേണ്ടി വരും. അപ്പോൾ അതും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പിന്നെ അത് മാത്രമല്ല, നെക്സ്റ്റ് ടീം നന്നായിട്ട് മത്സരിച്ചു. ഈ അവസാനത്തെ മത്സരത്തിലാണെങ്കിലും നെക്സ്റ്റ് ടീമിൽ 2 പേര് ഫൈനൽ റൗണ്ടിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത് നമ്മുടെ ഗബ്രിയുടെ ഡെൻ ടീമിലുള്ള ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ കണക്കിലെടുത്തിട്ടാണ് നെക്സ്റ്റ് ടീമിനെ മത്സരിക്കാൻ വേണ്ടിയിട്ട് പവർ ടീം ക്ഷണിച്ചത് എന്നുള്ളതാണ് പവർ ടീം പറയുന്നത് കേട്ടോ.